അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ചർച്ചയ്ക്ക് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങൾ എന്താ കണ്ട ഒഴിഞ്ഞു മാറിയെന്ന് എഴുതി തീർത്തിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഞാൻ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാം, കുഞ്ഞ് തെളിവ് സഹിതം തന്നാൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലവും ഇവിടെ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞതിന് അതിന്റെ ജനാസ കാത്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഡീലാണ് ഇപ്പൊ നിങ്ങൾക്ക് വോയിസ് വരുന്നത്. അപ്പൊ നിങ്ങൾ കുറേ വോയിസ് കൊടുക്കാറ് അതുകൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ടുണ്ട്. എന്തിനാണ് അതിനൊക്കെ നിങ്ങൾ എന്തിനാ ബേജാറാവണേ? നമ്മളെ ശൈഖുന ഹാഫിദ് ഉസ്താദ് ഇല്ലേ, ലോകം പോറ്റുന്ന, ലോകം നിയന്ത്രിക്കുന്ന ആള്. ഇത്തരം വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോ ഹാഫിദ് ഉസ്താദിനോട് പറഞ്ഞ പോലെ എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഘട്ടത്തിലേക്കൊക്കെ പോയിനോ? എത്താ ലോകം നിയന്ത്രിക്കുന്ന ആളല്ലേ? മൂപ്പര് വിചാരിച്ചാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇടങ്ങേറായി കുടുങ്ങി ബുദ്ധിമുട്ടായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെ ശൈഖുന ഹാഫിദ് ഉസ്താദിനോട് മുദബ്ബിറുൽ ആലമീനോടാണ് ചോദിച്ചൂടി, ആണ് പറഞ്ഞൂടി. നിങ്ങളിപ്പോ ഒരു ശനിയാഴ്ച നിങ്ങളെ ശൈഖുന ഹാഫിദ് ഉസ്താദിന് വല്ല തെറ്റോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കുകയാണ് വേണ്ടത്. എന്നാലുള്ളൂ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഭാഷയിൽ പിഴച്ച തുരീഖത്താണ്, അതിൽ നിന്ന് ആളുകളൊക്കെ മാറി നിൽക്കുള്ളൂ. നിങ്ങൾ എന്താണ് ശൈഖുന ഹാഫിദ് ഉസ്താദിന് പ്രശ്നം അത് തെളിയിക്കും. പിന്നെ അഡ്രസ്സ് ചോദിച്ച് അത് പറയാത്തോടത്തോളം കാലം സംസാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു വെറുതെ ഒരു വാദമാണ്, മറുപടി ഇല്ലാത്തത് കൊണ്ടുള്ള പറച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ മറുപടി ഹാഫിദ് ഉസ്താദിന് എന്താണ് കുഴപ്പം, അതാണ് മറുപടി ആദ്യം കിട്ടേണ്ടത്. അതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ആദ്യം അത് പറയും, പ്രഖ്യാപിക്കും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അയാൾ കള്ളനാണ്, ചതിയനാണ്, വഞ്ചകനാണ്. കളവുകൾ പറയാൻ, ചതി നടത്താൻ, ഒരാളെ വഞ്ചിക്കാൻ തന്റെ മുരീദുമാരെ കൂട്ടു നടത്തുന്ന ആളാണ്. കൂട്ടത്തിൽ കൂടിയിട്ട് വിശ്വസിക്കുന്ന ആളുകൾക്കെതിരെ രഹസ്യമായി ചതികൾ നടത്താൻ കാശും കൊടുത്ത് ഗീബത്തും നമീമത്തും പറഞ്ഞയക്കാൻ പോകുന്ന ആളാണ്. അതുപോലെ ശരീഅത്തിന്റെ വ്യക്തമായ ലംഘനം അയാൾ നടത്തുകയും മുരീദന്മാരെ കൊണ്ട് നടത്തിക്കുകയും അത് പബ്ലിക്കിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൂടാതെ ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും അതിന്റെ ലംഘനങ്ങളും പബ്ലിക്കായിട്ട് തുറന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്ന രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയും ആ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയും ആ ദുർമാർഗമാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ദജ്ജാലിന്റെ അനുയായിയോ ശൈത്താനോ ആയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ചുരുക്കതാണ് ഈ കുരുവട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് ക്ലാരിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളത് 1, 2, 3, 4 കാര്യം പറഞ്ഞില്ലേ, അതിലേതിന് വേണമെന്നുണ്ടെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. ആ ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ അതിൽ പറയുന്ന കാര്യത്തിന് ആ രൂപത്തിൽ തന്നെ മറുപടി പറയാൻ നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ മറുപടി പറഞ്ഞു. ഇതിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നൗഷാദ് പറഞ്ഞ കളവുകൾ സ്വന്തം നിലയ്ക്ക് നൗഷാദ് പറഞ്ഞതാണ്, ആ കോർഡിനേറ്ററെ നൗഷാദ് ചതിച്ചത് ഷെയ്ഖിന്റെ അറിവോടെ അല്ലാതെ ചതിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന അവരുടെ ആദ്യ ഖലീഫയായ നൗഷാദ് ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ തന്നെ ചതിച്ചതാണ്. ഈ ചതിയും വഞ്ചനയും കളവുകൾ റമളാൻ മാസത്തിലോ അല്ലാതെയോ ഒക്കെ മുദബ്ബിറുൽ ആലത്തിന് ചെയ്യാം. അങ്ങനെയാണ് ദീനിൽ, അങ്ങനെ കളവുകളും ചതികളും വഞ്ചനയും നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് നിങ്ങളെ വഴിക്ക് പോകാം. നമ്മളിപ്പോൾ ഹാഫിദ് ഉസ്താദിന്റെ വിഷയമല്ല സംസാരിക്കുന്നത്. നൗഷാദ് ഹസനിന്റെയും മൂപ്പരും ഒരു തെറ്റും ചെയ്യലില്ല, മൂപ്പരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനത്തെ വിഷയങ്ങൾ ഇടപെടില്ല. പക്ഷെ നമ്മളിപ്പോൾ ഹാഫിദ് ഉസ്താദിന്റെ വിഷയമാണ്. നിങ്ങളിപ്പോ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഒരു നിഗമനത്തിലാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അല്ല, അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ തെളിയിച്ചു തരും. നിങ്ങളോട് പോയി സുഹൂബിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, അങ്ങനെ അത് തെളിയിച്ചു തരും. അപ്പൊ ഇനി മറുപടി വേറെ നമ്മളെത്തി. അത് നൗഷാദ് ഹസനി അത് നിങ്ങളിങ്ങനെ ഓരോ തട്ടിപ്പുകൾ നടത്തുമ്പോൾ ആ തട്ടിപ്പിനെ സമൂഹത്തിനിടയിൽ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കാനാണ്. ഇത്ര ഉള്ളൂ സുഹബയുടെ വിഷയം. സുഹബ എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. സുഹബ എന്ന് പറയുമ്പോൾ എന്താണ്? സുഹബന്റെ വിശദീകരണം നിർത്തുക. എന്താ സുഹബാന്ന്? സുഹബാന്ന് ഓൺലൈനിൽ കൂടി സർട്ടിഫിക്കറ്റ് എടുക്കലാണോ? അത് 10 സാർ പോയി കുത്തി നിങ്ങൾ ഇങ്ങനെ വളർന്നിട്ട് പോകാനാണ് സുഹബ എന്ന് പറയുന്നത്? അല്ലല്ലോ. മശാഹിന്മാരുടെ ഹദറത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളല്ലേ സുഹബ എന്ന് പറയുന്നത്. മറ്റേ നിങ്ങൾ ഉന്നതിയായ ഭൗതികമായ സുഹബയെ കുറിച്ച് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ക്ലാസ് ഉണ്ടാകാം. അപ്പൊ നൗഷാദ് ഹസൻ ഇത്തരത്തിൽ സുഹബ നടക്കുമ്പോൾ, തരീഖത്തിനെതിരെ ഇത്തരം കള്ളം സുഹബകളൊക്കെ നടത്തുമ്പോൾ അതിനെ പൊളിച്ചടക്കാൻ വേണ്ടി നൗഷാദ് ഹസൻ സ്വന്തം ചെയ്തതാണ്, ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലൊന്നുമല്ല. നമ്മൾ ചോദ്യം ഹാഫിദ് ഉസ്താദ് എന്താ തെറ്റിന്നാണ്. അപ്പൊ നൗഷാദ് ഹസൻ ചെയ്ത തെറ്റുകൾ എന്ത് ചെയ്യണ്ട? അത് തെറ്റല്ല നൗഷാദ് ഹസൻ ചെയ്തത്. പക്ഷേ നൗഷാദ് ഹസൻ ചെയ്തത് നിങ്ങൾ ഉദ്ധരിക്കേണ്ടതില്ല. അലീഖാൻ സാഹിബിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാഫിദ് ഉസ്താദിന്റെ അടുത്ത് എന്താണ് തെറ്റ്? അതാണ് നിങ്ങൾ പറഞ്ഞ ഹാഫിദ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യുന്നത്. ഹാഫിദ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? മനസ്സിലാക്കല്. നൗഷാദ് ഹസനി എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? വിശ്വാസവന്തരം ചെയ്തിരിക്കുന്നത് നിങ്ങളെങ്ങനെ മനസ്സിലാക്കല്? മൂപ്പര് വിശ്വാസം ചെയ്തിട്ടില്ല. മൂപ്പര് പൈസ കൊടുത്തു. എനിക്കിങ്ങനെ ആ സുഹബയിൽ പങ്കെടുക്കാൻ തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എവിടെ വിശ്വാസവഞ്ചന നടത്തിയത്? മൂപ്പര് താമസിക്കുന്നത് മരക്കപ്പുറമാണ്. ഒതുക്കുന്നല്ല, ഒരു നോണിയും പറഞ്ഞിട്ടില്ല. ഗൂഗിളിൽ പൈസ കൊടുത്തു ഒക്കെ ശരിയാണ്, പങ്കെടുക്കാൻ പറ്റൂല. അത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അപ്പൊ അവർക്ക് പറയായിരുന്നു ഈ സുഹബ എന്ന് പറയുന്നത് ഇവിടെ വന്ന് പങ്കെടുത്തവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊള്ളൂ ഒക്കെ പറയേണ്ടിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഗ്രൂപ്പ് കൂടി ഇങ്ങനെ സുഹബ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. നൗഷാദ് ഹസൻ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല. നൗഷാദ് ഹസൻ വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇതുകൂടാതെ നിങ്ങൾ ഇവിടെ ഏറ്റവും വലിയൊരു അവതാരം പറഞ്ഞിട്ടുള്ളത്
അതായത് തന്റെ ഷെയ്ഖിന്റെ പ്രധാന മുരീദായ നൗഷാദ് ചെയ്ത കാര്യങ്ങൾ ഷെയ്ഖിന് ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നതിലൂടെ അവിടെ ഷെയ്ഖ് മുരീദ് എന്ന് പറയുന്ന ഒരു ബന്ധം പോലും അവിടെ ഇല്ല എന്ന് വെക്കേണ്ടി വരും. കാരണം തന്റെ മുരീദിന്റെ നൗഷാദിന്റെ തന്നെ ഒരു പ്രസംഗമുണ്ട്. എന്താണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ തന്റെ മുരീദിന്റെ സകലമാന കാര്യങ്ങളും അറിയുകയും അത് തെറ്റിലോട്ട് പോകുമ്പോൾ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ആര് ഷെയ്ഖ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ഷെയ്ഖ് പോലും ഇവനായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് തന്റെ മുരീദിനെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ്? നൗഷാദ് തന്നെ പറഞ്ഞല്ലേ ഇന്നലെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുതലുള്ള അപ്പൊ പിന്നെ നിങ്ങളെ ഷെയ്ഖിനെ എന്ത് ചെയ്യരുത്, നിങ്ങൾ കൊച്ചാക്കരുത്. നൗഷാദ് ചെയ്ത കളവുകളും വഞ്ചനകളും ഷെയ്ഖ് അറിഞ്ഞിട്ടില്ല, ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലല്ല ചെയ്തത് എന്നാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷെയ്ഖിനെ ചെയ്തത് ഇഷ്ടമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മഹത്വരം, അതിനെ നിഷേധിക്കുകയായിരിക്കും ഷെയ്ഖ് ചെയ്യാം. പക്ഷേ ആ ചെയ്ത പ്രവൃത്തിയെ സൽപ്രവൃത്തിയായി വേദികളിൽ ഒരു അംഗീകാരമായി നൗഷാദിന് കൊടുത്തുകൊണ്ട് ആ ചെയ്ത പ്രവൃത്തിയെ മഹത്വവൽക്കരിക്കാൻ ആര് ചെയ്തത്? ഷെയ്ഖ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഷെയ്ഖല്ല എന്ന് പറയുന്നോടത്തേക്കാണ് നിങ്ങളെ ചോദ്യം ചോദിക്കുന്നത്. നൗഷാദ് സ്വന്തം നമുക്ക് ചെയ്തതാണ്, അത് മൂപ്പരെ പറഞ്ഞിട്ടാണ്, മൂപ്പർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവിടെ തെളിവിന്റെ ആവശ്യമില്ല. കാരണം അവിടെ അത് നിങ്ങൾ പറയുന്ന കേസ് എന്ന് പറയുന്നത് മുതലുള്ളാലും ഷെയ്ഖുൽ മശായിഖും കുത്തുബും കൂടിയാണ്. അവരുടെ മുരീദാണ് നൗഷാദ് ചെയ്യുന്ന സകല കാര്യങ്ങളും ആരറിയും? നിങ്ങൾ കുത്തുബ് അറിയൂലേ? അങ്ങനെ അറിയാൻ കഴിവില്ലാത്ത ആളാണ് കേസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇതിന് പിന്നെ മലയാളത്തിൽ നിങ്ങൾ എന്താണ് പറയല്? പരിപാടിക്ക് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൗഷാദ് എന്താ പറയുന്നത്? ഞാനിതാ അവിടെ എത്തുന്നേ ഉള്ളൂ. അതായത് മർക്കസ് നോളജ് സിറ്റിയിൽ എത്തിയെന്ന്, പരിപാടിയിലെ അവിടെ എത്തുന്നേ ഉള്ളൂ. മർക്കസ് നോളജ് സിറ്റിയിൽ ഒന്നിനി എത്താറായി, അല്ലെങ്കിൽ എത്തുന്നേ ഉള്ളൂ, എത്തിക്കഴിഞ്ഞു. ഇത് അവന്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുക പോലും ചെയ്യാതെ ആ പരിപാടിയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് ആ കോർഡിനേറ്ററോട് കളവ് പറയുന്നത് വിശ്വാസവഞ്ചന അല്ലെങ്കിൽ പിന്നെ എന്താണ് മൗലവി? നിങ്ങൾ ഏത് കുട്ടികളെയാണ് നിങ്ങൾ ദർശ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഏത് കുട്ടികൾക്കാണ് നിങ്ങൾ മതം പഠിപ്പിക്കുന്നത്? പച്ചയായി നഗ്നമായ ഒരു കളവ് നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി തന്നിട്ടും നിങ്ങൾ അവനെ ന്യായീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ നൗഷാദ് നടത്തിയത് സ്വന്തം നിലക്കാൻ കളവ് പറഞ്ഞാണ്, നിങ്ങൾ ഷെയ്ഖിന് ഒരു ബന്ധമില്ല, ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലല്ല എന്ന് പറഞ്ഞോളി. ഇത് നിങ്ങൾ രണ്ടും പറയാതെ നൗഷാദ് കളവ് പറഞ്ഞിട്ടില്ല, വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അന്നം തിന്നിരുന്ന ആളുകളോട് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ അന്നം കഴിക്കുന്ന ആളുകളല്ലേ? നൗഷാദ് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, അത് ഷെയ്ഖിന്റെ അത് വേറെ വിഷയം. ഇപ്പോ മഹാനായ ഹാഫിദ് ഉസ്താദ് പറഞ്ഞിട്ട് ആണ് ചെയ്തെങ്കിലും ഇങ്ങനത്തെ കള്ളത്തരീക്കത്തെ പിടിച്ചു കെട്ടാനാണ് ഒന്നരാ വിഷയം വരെ. പക്ഷേ നൗഷാദ് കള്ളത്തരം ചെയ്തിട്ടില്ല. പേര് പറഞ്ഞു കൊടുത്തു, സ്ഥലം പറഞ്ഞു കൊടുത്തു, പൈസ ചോദിച്ചപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു, പങ്കെടുക്കാൻ അസൗകര്യങ്ങളുണ്ട് അറിയിച്ചു, പിന്നെ സർട്ടിഫിക്കറ്റും വാങ്ങാൻ വരണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ ആളെ പറഞ്ഞേക്കാൻ എന്റെ പ്രതിനിധി ആയിരിക്കും വരിക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? സർട്ടിഫിക്കറ്റ് വാങ്ങി. ഇതൊന്നും തെറ്റില്ല. നൗഷാദ് വന്ന് ഞാൻ വന്നെ അതിൽ പങ്കെടുക്കും ഒന്നും പറഞ്ഞില്ലല്ലോ. ചോദിച്ചതിന് മറുപടി കൃത്യമായി നൗഷാദ് ആളുകളെ ചില്ലറക്കാരല്ല, അതൊക്കെ ഒന്നൊന്നര ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നൗഷാദ് ഒരു നുണയും പറഞ്ഞിട്ടില്ല, ഒരു നുണയും വഞ്ചനൊന്നും ചെയ്തിട്ടില്ല. നൗഷാദ് ഇങ്ങനെ പറഞ്ഞു പങ്കെടുക്കാൻ പറ്റൂല, ആയിക്കോട്ടെ ഇന്ന് ഓൺലൈനിൽ പറ്റൂ, ആയിക്കോട്ടെ വാട്സപ്പിൽ ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഇട്ടാൽ മതി ഒക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വാട്സപ്പിൽ ഇട്ടെടുത്തു. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? നിങ്ങളെ ഹക്കായ മാർഗ്ഗമാണ്, ഹക്കായ സുഹബയാണ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാട്സപ്പിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ സുഹബ ലോകത്തില്ലല്ലോ. സുഹബ എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ആള് മുന്നിൽ ഉണ്ടാവണം. അങ്ങനത്തെ സുഹബ ഇത് ഓൺലൈനിൽ സുഹബ ലോകത്തോടെ ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സുഹബ കൊടുക്കാൻ പാടില്ല നിങ്ങൾ. അതെന്താ, എന്ത് സുഹബേ? തോണികൾക്കൊക്കെ എല്ലാവർക്കും പിന്നെ സർട്ടിഫിക്കറ്റ് സുഹബ. അപ്പൊ നിങ്ങൾ കാര്യം എന്താ, പൈസ തരാൻ നിങ്ങൾ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയെന്ന്. കാരണം പൈസ കിട്ടിയപ്പോൾ പൈസക്ക് സർട്ടിഫിക്കറ്റ് മാറിയായി. അല്ല, നിങ്ങൾ ഒരിക്കലും സുഹബ എന്ന് പറഞ്ഞത് ഇങ്ങനെ പൈസ അടച്ചതുകൊണ്ടും ഇങ്ങനെ ഓൺലൈനിൽ വിളിച്ചുകൊണ്ടും സുഹബ കിട്ടൂല. ആ ഹദറത്തിൽ വന്ന് ഹാജറായി ആ സുഹബിൽ പങ്കെടുത്താൽ കിട്ടുമെന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നൗഷാദ് വഞ്ചന ഒരിക്കലും ചെയ്തിട്ടില്ല. നൗഷാദ് ചോദിച്ചത് കൃത്യമായ മറുപടി കൊടുത്തു. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനത്തെ സുഹബ ലോകം നടത്താൻ പാടില്ല. നിങ്ങൾ ഓൺലൈനിൽ ആരാണ് പൈസ സുഹബ നടത്തിയത്? അവിടെ ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത്. അത് അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഒരു സാങ്കേതികമായ ഒരു രജിസ്ട്രേഷന്റെ ഗ്രൂപ്പല്ലേ? അതിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു ഗ്രൂപ്പല്ലേ? ആ ഗ്രൂപ്പിൽ അതിലൂടെ അല്ലേ നിങ്ങൾ ഇന്ന സമയത്ത് വരണം, ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടണം, ഇന്ന ഉസ്താദാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് അറിയിക്കാനുള്ള ഒരു ഗ്രൂപ്പല്ലേ? അല്ലാതെ ഓൺലൈനിൽ സുഹബ നടത്താനുള്ള ഗ്രൂപ്പാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലേ? അവിടെ പങ്കെടുക്കാൻ എനിക്ക് കഴിയുകയില്ല, ഞാൻ ഇതുവരെ അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് നൗഷാദ് പറഞ്ഞ ഒരു അരവരി കാണിക്കാൻ പറ്റുമോ പൈസക്ക്? ഞാൻ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സെഷനിൽ പോലും ഞാൻ അതിൽ പങ്കെടുത്തിട്ടില്ല, അവിടെ എനിക്ക് പങ്കെടുക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലോ ഞാൻ ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ എത്താനാവുന്നുള്ളൂ, ഞാൻ അവിടെ എത്തുന്നതേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അവിടെ എത്തുന്നു, സുഹബക്ക് വേണ്ടി ഞാൻ അവിടെ എത്തുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടി പറയുമ്പോൾ, പങ്കെടുക്കാത്ത ആളുകളോടെല്ലാം ലെഫ്റ്റ് അടിച്ച് പോകാൻ പറയുമ്പോൾ പിന്നെയും അവിടെ നിൽക്കുന്നത് കാപട്യമല്ലേ, നിഫാഖത്തരമല്ലേ? അവിടെ പങ്കെടുത്ത ആളുകളോട് മാത്രം പേര് തരാൻ വേണ്ടി പറയുമ്പോൾ, പങ്കെടുത്തവർ മാത്രം പേര് കൊടുക്കുമ്പോൾ ഇവനെന്തിനാണ് അവിടെ പേര് കൊടുക്കുന്നത്? അത് മുനാഫിക്കത്തരമല്ലേ, കാപട്യമല്ലേ ചെയ്തത്? അവസാനം പങ്കെടുത്തതിന്റെ കാശ് രജിസ്ട്രേഷന്റെ എല്ലാവരോടും ചോദിക്കുമ്പോൾ ഇവൻ അങ്ങോട്ട് ചോദിക്കുന്നു കാശ് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലല്ലോ എന്ന് കോർഡിനേറ്റർ അങ്ങോട്ട് ചോദിക്കുകയാണ് നൗഷാദിനോട്. നൗഷാദ് പറയുന്നത് എന്താ? പങ്കെടുത്തിട്ടുണ്ട്. അവസാനം എന്താ പറയുന്നത്? പങ്കെടുത്തതിന്റെ ഓർമ്മക്കായി ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെക്കാലോ. അപ്പൊ പങ്കെടുത്തു എന്ന് ഇവൻ കള്ളം പറയല്ലേ പൈസ? പച്ചമലയാളത്തിലല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് അന്നം തിരിയുന്ന ആളല്ലേ, അന്നം തിന്നുന്ന ആളല്ലേ, കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളല്ലേ? അപ്പൊ ഇത്രയും കളവുകളും സതികളും വഞ്ചനകളും നടത്തിയ ഒരാൾ ഒന്നും നടത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്റെ ചോദ്യത്തിൽ തോന്നുന്നില്ലല്ലോ, എന്റെ ചോദിക്കുന്നതിൽ കൂട്ടിമുട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ തലത്തിൽ ഒരു വഴിക്ക് പോകുന്നു, ഞാൻ ചോദിക്കുന്നതിന് എവിടെയാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്? ഇങ്ങനെ ഫോൺ കോളിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്, നൗഷാദിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ പൊന്നു ബന്ധപ്പെടാതെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുവോ? ക്യാഷ് കിട്ടിയ സർട്ടിഫിക്കറ്റ്, ക്യാഷ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അപ്പൊ നിങ്ങൾ ലക്ഷ്യം പിന്നെ സുഹബ അല്ലല്ലോ, ക്യാഷ് ആകുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാ ജീപ്പേ ചെയ്യിപ്പിച്ചത് നൗഷാദിനെ കൊണ്ട്? ഇതിൽ നിങ്ങൾ പെട്ടുപോയി.
ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ അവിടെ എത്തുന്നേ ഉള്ളൂ എന്നുള്ള മെസ്സേജ്, അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി എത്തുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. ഈ മെസ്സേജ് നൗഷാദ് അയക്കുന്നത് എന്താണെന്നറിയോ? 22-ാം തീയതിയാണ്. ഈ 22-ാം തീയതി എന്ന് പറയുന്നത് അവിടെ ക്ലാസ് തുടങ്ങുന്ന ദിവസമാണ്, അല്ലാതെ ക്ലാസ് അവസാനിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസമല്ല. ക്ലാസ് അവസാനിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് റമദാൻ അവസാനത്തിലാണ്. ഇത് ക്ലാസ് തുടങ്ങിയതിന് ശേഷം ക്ലാസ്സിലെത്താൻ നിങ്ങൾ എല്ലാവരും എത്തിയോ എന്നുള്ള ചോദ്യത്തിന്റെ ശേഷമാണ്. ഇതിന്റെ ശേഷം 22 അതല്ലെങ്കിൽ 23, 24, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. അതിന്റെ അവസാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ശേഷമാണ് പേര് കൊടുക്കുന്നത്, അതിന്റെ ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതും കഴിഞ്ഞ ശേഷമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇത് 22-ാം തീയതി അയച്ച മെസ്സേജാണ്. ക്ലാസ്സിൽ എത്തുന്നുണ്ടോ, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചതിന് ഞാൻ ഇത് അവിടെ എത്തുന്നേ ഉള്ളൂ, അതായത് മർക്കസ് നോളജ് സിറ്റിയിൽ ഇത് എത്താൻ പോകുന്നു എന്ന് പച്ചക്കളവ് പച്ചപ്പൊള്ളു പറഞ്ഞാണ് മൗലവി. ഇതിൽ നിങ്ങൾ വിട്ടു. ഇനി നിങ്ങൾ അതിനെന്ത് ചെയ്യരുത്, മാറ്റി പറയരുത്. അങ്ങനെയാണ് അവൻ ക്ലാസ്സിൽ എത്തുന്നു എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവൻ ചെയ്തത് വഞ്ചനയല്ലേ, അവൻ കളവല്ലേ പറഞ്ഞത്, വിശ്വാസ വഞ്ചനയല്ലേ? ഇതൊരു മുരീദിന് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ ഒരു ഷെയ്ഖിന് നിർദ്ദേശം കൊടുക്കാൻ പറ്റുമോ? ഇതിന് ഷെയ്ഖ് അറിയാതെ ചെയ്ത് സ്വന്തം നൽകി ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ തന്റെ മുരീദ് ചെയ്യുന്ന പരിപാടികൾ ഷെയ്ഖ് അറിയുന്നില്ല എന്നല്ലേ? അങ്ങനെ അറിയാത്ത ഒരാൾ ഷെയ്ഖാണോ കുത്തുബാണോ? ലോകം നിയന്ത്രിക്കാൻ പറ്റുമോ? മുരീദിനെ തന്നെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ളവർക്ക് ഒന്നും പോകുന്നില്ല, അദ്ദേഹത്തിന്റെ പെണ്ണുങ്ങളാരും ഒന്നും പറയുന്നില്ല, മുരീദിനെ തന്നെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെയാണ് നിയന്ത്രിക്കുക? ഇത്തരം വിശ്വാസവഞ്ചന മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രസംഗങ്ങളിൽ പറയുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു കുത്തുബാവുന്നത്, എങ്ങനെയാണ് ഒരു വലിയാവുന്നത്, എങ്ങനെയാണ് മുദബ്ബിറുലാലാവുന്നത്? ഇത് നിഫാഖല്ലേ, മുനാഫിക്കിന്റെ പണിയല്ലേ ഇത്? അവരെ ഇസ്ലാമിൽ തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ അവരെ പിന്തുടരാൻ പറ്റുമോ? എന്താണ് മൗലവി മലയാളത്തിലല്ലേ പറഞ്ഞത്? പങ്കെടുത്തു എന്ന് നൗഷാദ് പറയില്ലേ? ഞാൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട് പല സമയങ്ങളിൽ എന്ന് നൗഷാദ് പറഞ്ഞതല്ലേ? പങ്കെടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ അത് കൊടുക്കുന്നത്? കാശ് ഞാൻ തരാം എന്ന് പറയുമ്പോൾ കോർഡിനേറ്റർ തിരിച്ചെന്താ പറയുന്നത്? നിങ്ങൾ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നല്ലേ? തിരിച്ച് മറുപടി എന്താണ്? പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്തതിന്റെ ഓർമ്മക്കായി സൂക്ഷിച്ചു വെക്കാം. അപ്പൊ പങ്കെടുത്തു എന്ന് വിശ്വസിപ്പിക്കില്ലേ അവിടെ ചെയ്യുന്നത്? അപ്പൊ പച്ചപ്പൊളി എന്തിനാണ് നിങ്ങൾക്ക് കാര്യം ഇത്ര വ്യക്തമാക്കിയിട്ടും അതിൽ കടന്നു വരുന്നതാണ്? നിങ്ങളൊരു പണ്ഡിതനല്ലേ? ഒരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ കളവിനും വഞ്ചനയ്ക്കും നിഫാഖത്തിനും നിങ്ങൾ കൂട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ തലപ്പാവ് വെച്ചിട്ട് വേറെ വല്ല പണിക്ക് പോകില്ല എന്നല്ലേ നിങ്ങൾക്ക്? വളരെ കുറഞ്ഞ രൂപം കൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? നൗഷാദ് കളവ് പറഞ്ഞിട്ടില്ല, ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല അല്ലെ? ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞത്? നൗഷാദ് ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും വിശ്വാസവഞ്ചന കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് ജായിസായ കളവും ജായിസായ വിശ്വാസവഞ്ചനയും ജായിസായ ചതിയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ തലയിൽ കെട്ടുള്ളത് തളപ്പല്ലോ. ഒരു പണ്ഡിതനായ ഒരു ഫൈസിയുടെ ഒരു അടയാളമായ ഷിയാറായ തലപ്പാവ് തന്നെയല്ലേ നിങ്ങളുടെ തലയിലുള്ളത് എന്നുള്ളത് ഞാൻ സംശയിച്ചു പോകണം. കാരണം ഇത്ര വ്യക്തമായി ഒരു കളവ് ചെയ്തിട്ട് ഒരു വഞ്ചന നടത്തിയിട്ട് നിങ്ങൾക്ക് ആ സുഹൃബയിൽ നിന്ന് എന്താണ് കിട്ടിയത്? ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ലാഭിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നേടിയെടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വേദികളിൽ സംസാരിക്കുന്നത്? അവിടെ പോകാതെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന്. ഈ പോകാതെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് പോകാത്ത എല്ലാ ആളുകൾക്കും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ കോർഡിനേറ്റർ പറയുന്നു പങ്കെടുത്ത ആളുകൾ മാത്രം പേര് തരണം അല്ലെ? പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്ത ആളുകൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഞാനും പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ വന്ന് നമ്പർ പേര് കൊടുക്കുന്നു. കാരണം പങ്കെടുത്തവരോട് പേര് തരാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് മുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ പങ്കെടുത്ത ആളുകളോട് പേര് തരാൻ പറയുമ്പോൾ നിങ്ങൾ പേര് തരാൻ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്തതിന്റെ ആദര സൂചകമായി എടുത്തു വെക്കാലോ എന്ന് പറഞ്ഞ് പങ്കെടുത്തവർക്ക് കൊടുക്കേണ്ട അത് പങ്കെടുക്കാതെ വിശ്വാസവഞ്ചന ചെയ്തിട്ട് വാങ്ങിച്ചെടുത്തതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് മുരീദും ഷെയ്ഖും പരസ്യമായി അങ്ങാടികളിൽ പറഞ്ഞത് പിടികൂടിയ ജാള്യതയിൽ പിന്നീട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന ഈ കാര്യത്തെ ഇവിടെ വന്നുകൊണ്ട് ന്യായീകരിക്കുന്ന തലപ്പാവുധാരിയായ ഫൈസി, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ടോ എന്നുള്ളതാണ്. കാരണം എന്നിട്ടും തന്റെ ജനങ്ങളോട് അണികളോട് എന്താ പറഞ്ഞത്? എന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് രജിസ്റ്റർ ചെയ്ത ആളുകൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യമാണ്. ഇവനോട് തന്നെ തിരിച്ച് കോർഡിനേറ്റർ ചോദിച്ചില്ലേ, നിങ്ങൾ പങ്കെടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ പൈസ തരുന്നത് അല്ലേ? അപ്പൊ പൈസക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരോടും കാശ് വാങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കല് ചെയ്യുക, അതല്ലല്ലോ ചെയ്തത്. നിങ്ങൾ പങ്കെടുത്തിട്ടില്ലല്ലോ, നിങ്ങൾ കാശ് തരേണ്ടതില്ല. അപ്പൊ പറയുന്നത് പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്തതിന്റെ ആദര സൂചകമായിട്ട് ഓർത്തു വെക്കാലോ, എടുത്തു വെക്കാലോ. ഇത്തരം വിശ്വാസവഞ്ചനയെ ജായിസാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുവദനീയമായ കളവാണ്, ചതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഉളുപ്പില്ലാത്ത മൗലവി, ഇനി നിങ്ങൾ നൗഷാദിനെ മറ്റെന്തെങ്കിലും വ്യഭിചാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാലും അതല്ലെങ്കിൽ അവൻ എന്ത് തെമ്മാടിത്തരം ചെയ്ത് കണ്ടു കഴിഞ്ഞാലും അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഉസൂലിൽപ്പെടുത്തിക്കൂടെ? നൗഷാദിന് അത് ചെയ്യാം, അല്ലെങ്കിൽ അവന് വ്യഭിചരിക്കാം, കക്കാം, മുക്കാം, നക്കാം, അതൊക്കെ ജായിസാണെന്ന് പറഞ്ഞോടുകൂടി പിന്നെ നമ്മൾ എന്താണ് സംവാദത്തിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഷെയ്ഖിന്റെ മുരീദിന്റെയും ഒരുപാട് കള്ളത്തരങ്ങളുടെ തെളിവുകൾ എന്ത് കള്ളത്തരമാണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കള്ളത്തരം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ കള്ളത്തരം ചെയ്യാൻ ജായിസാണ്. അടുത്തൊരു കള്ളത്തരത്തിന്റെയും കളവിന്റെയും വിശ്വാസവഞ്ചനയുടെയും തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് പറയും അത് നിങ്ങളെ പൊളിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്, അത് ജായിസാണ്. പിന്നെ എന്ത് ചർച്ചയാണ്, സംവാദമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുഅ്മിനീങ്ങളോടാണ് ചർച്ച, മുഅ്മിനീങ്ങളോടാണ് സംവാദം, അല്ലാതെ മുനാഫിക്കീങ്ങളോടല്ല. മുനാഫിക്കീങ്ങൾക്ക് ഇതൊക്കെ ബാധകമാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇത് ബാധകമല്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ട് കളവ് പറഞ്ഞ് തെമ്മാടിത്തരം ചെയ്തുകൊണ്ട് അതും ഒരു സാധാരണ മുസ്ലിം കറാഹത്ത് പോലും ചെയ്യാൻ പഠിക്കുന്ന 27-ാം രാവിന്റെ അർദ്ധരാത്രിയിൽ പോലും വിശ്വാസവഞ്ചനയ്ക്കും ഗൂഢാലോചനയ്ക്കും തെമ്മാടിത്തരത്തിനും അത് ചെയ്യുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു കുത്തുബുമല്ല, ഒരു ഷെയ്യും മദ്കൂറല്ല, ഒരു കുന്തം കുറച്ചൊക്കെയല്ല എന്നുള്ളതിന്റെ പൂർണ്ണമായ ബോധ്യപ്പെടലാണ് ഇപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരവും നിങ്ങളുടെ അധപ്പതനവും. അതൊക്കെ ആ കളവുകൾ ചെയ്യാം, അതൊക്കെ ജായിസാണ്, എന്ത് തെമ്മാടിത്തരവും ചെയ്യാം, അതിന് ഷെയ്ഖും മുരീദും ഈ കുരുവട്ടൂരുകാരായാൽ മതി, എന്ത് തെമ്മാടിത്തരത്തിനും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആ ഒരു പടിഞ്ഞാണ്ടല്ലോ, അത് നിങ്ങളുടെ അപജയത്തിന്റെ നിങ്ങളുടെ ആക്കിപത്തിനെ സൂക്ഷിക്കുക എന്ന് കൂടി എനിക്ക് പറയാനുള്ളൂ. നൗഷാദ് ഹസൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനിപ്പോ തെറ്റ് ചെയ്തു സമ്മതിച്ചു എന്ന് പറയണ്ട. ഞാൻ നിങ്ങൾ അങ്ങനെ സമ്മതിച്ചാണെങ്കിൽ തന്നെ നൗഷാദ് ഹസനി അത് കടുത്ത തെറ്റിന്റെ രൂപത്തിൽ ചെയ്തതല്ല, ഒരു വഞ്ചന ചെയ്തതല്ല. നൗഷാദ് ഹസനി ഇത്തരം കള്ള പ്രചരണങ്ങളെ, കള്ള ആളുകളെ പിടിച്ചടക്കലാണ് നൗഷാദ് ഹസൻ ലക്ഷ്യം. പിന്നെ മാത്രമല്ല, സുഹബയിൽ ആകെ കുറച്ചാളുള്ളല്ലോ. അപ്പോൾ ഈ കോർഡിനേറ്റർക്ക് അറിയാം ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന്. ആളുടെ പേരൊക്കെ ആ സദസ്സിൽ ചോദിക്കൂല, അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് വോയിസ് അല്ല, പരസ്യമായിട്ട് മൈക്കിക്ക് വിളിച്ചാലല്ല, പങ്കെടുത്തത് ആരൊക്കെ ഒന്ന് പേരെന്താണ്, അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അല്ല, സുഹബാന്ന് പറയുമ്പോൾ തന്നെ അത്രയും പിന്നെ അറ്റാച്ച്മെന്റ് ആയിരിക്കും ഷെയ്ഖും പിന്നെ ഈ സുഹബയിൽ പങ്കെടുത്ത പിന്നെ സാഹിബീങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോ
അത്തരം നല്ലൊരു അങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്തവർ ആരെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പങ്കെടുത്തോടെ പേരെന്താ സദസ്സിന് തന്നെ ആ ഷെയ്ഖിനെ അറിയില്ലേ, ഉസ്താദിനെ അറിയില്ലേ, മാതിരി കോർഡിനേറ്റർക്ക് അറിയില്ലേ? അപ്പൊ ഇങ്ങനെ പങ്കെടുക്കും. ആർക്ക് പങ്കെടുത്തത്? ഓരോ പേര് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണോ? പങ്കെടുത്തിട്ടുണ്ട്. എന്ത് പങ്കെടുത്തിട്ടുണ്ട്? അവിടെ പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ ഓൺലൈനിൽ ചോദിച്ചപ്പോൾ അതിലൊക്കെ പിന്നെ വീഡിയോസും അതുപോലുള്ള അതിന്റെ ടിപ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് തെറ്റല്ല. ഇനി നിങ്ങൾ ഈ നൗഷാദ് ഹസൻ ചെയ്തത് അങ്ങ് പ്രവൃത്തി നൗഷാദ് ഹസൻ ചെയ്തത് അത് കള്ളത്തരം ചെയ്തതല്ല. ഇത്തരം വ്യാജന്മാരെ സമൂഹത്തിനിടയിൽ പുറത്ത് ചാടിക്കലാണ് ലക്ഷ്യം. എത്ര ചാർജുണ്ട്? ഇതിപ്പോ അവസാനം നടന്ന് റമദാൻ നടന്നാണ്. ഇങ്ങനെ വ്യാജന്മാരെ പിടികൂടലാണോ ലക്ഷ്യം? മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവർ ഇത്തരം വ്യാജന്മാരെ വ്യാജ സുഹൃബ അതിലൊക്കെ മാനദണ്ഡങ്ങളും നിബന്ധനകളും ശുറൂത്തുകളൊക്കെ അല്ലേ, ആ നിലക്ക് സുഹൃബ നടത്തണ്ടേ? അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. കോർഡിനേറ്റർ അത് ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ഇങ്ങനെ കോൾ വരുമ്പോ പിന്നെ പൈസ പറയുമ്പോൾ പൈസ മേടിക്കാൻ പറ്റുമോ? പൈസ ചോദിക്കാൻ പറ്റുമോ? എന്നിട്ട് ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്തു നമുക്ക് ചെയ്തില്ലേ? അപ്പൊ ആ ഗൂഗിൾ പേരൊക്കെ നമ്മൾ അറിയില്ലേ? ആള് ഇങ്ങനത്തെ ഒരാളെ നമ്മുടെ സുഹൃത്തിയില്ല അറിയില്ലേ? പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമെന്നാ ചോദിക്കണേ. നൗഷാദ് ഹസൻ തെറ്റി ചെയ്ത് നിങ്ങളല്ലേ തീരുമാനിക്കണം. നിങ്ങളാണ് പടച്ചവനല്ലല്ലോ. നിങ്ങളാണ് നൗഷാദ് ഹസൻ കളവാക്കി വഞ്ചിച്ചു നോക്കുക. നിങ്ങളാണ് വിജയത്തിന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ നൗഷാദ് തെറ്റി ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നൗഷാദ് ഹസൻ തെറ്റ് ചെയ്തതല്ല. ഇത്തരം വ്യാജന്മാരെ പുറത്ത് ചാടിക്കലാണ് ലക്ഷ്യം എന്നുള്ള നിയത്തോടുകൂടി ഇറങ്ങിയപ്പോ അത് വിജയിച്ചു. വ്യാജന്മാരെ പുറത്തു കൊണ്ടുവന്നു. വ്യാജ സുഹൃത്തുക്കളെ പൊളിച്ചടക്കി. 20 മിനിറ്റ് കൂടെ ഉള്ളൂ ചർച്ചയ്ക്ക്. 6 മണിക്ക് എനിക്ക് ഒന്ന് ഫ്രഷ് ആകാണ്ട് മഗ്‌രിബിന് ഒരു കാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ജനാസ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്ന് ഞാൻ ഒഴിഞ്ഞു മാറില്ല. മറുപടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്. ഞാൻ ഇപ്പോൾ ജോലി തന്നെ അതിന്റെ അടിപൊളി പോയി മറുപടി നമ്മൾ തരുന്നത്. മറുപടി ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ നിറച്ചുകൊണ്ട് യഥാർത്ഥ മറുപടി. ഫൈസി, നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പ്രാഥമിക വിവരം പോലും ഇല്ലാതെ എന്തിനാണ് നിങ്ങൾ ഈ വായിട്ടെടുക്കുന്നത്? നിങ്ങൾ കടന്ന് പറയാമല്ലോ ചെയ്യുന്നത്. അത് നിങ്ങൾ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കളവുകൾ ഞങ്ങൾ നൗഷാദോ അതുമായി ബന്ധപ്പെട്ട ഷെയ്ഖിന്റെ നിർദ്ദേശത്തിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കാമോ? അത് തെളിവ് സഹിതം തെളിയിച്ചു തന്നപ്പോൾ നിങ്ങൾ പറയാണ് ഒരിക്കലും നൗഷാദ് കളവ് പറഞ്ഞിട്ടില്ല, വഞ്ചന ചെയ്തിട്ടില്ല. ആ കളവിന്റെയും വഞ്ചനയുടെയും തെളിവോട് കൂടി അങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ പറയാണ് ആ കളവും വഞ്ചനയും അത് ജായിസായ കളവും ജായിസായ വഞ്ചനയും വിശ്വാസവഞ്ചനയൊക്കെയാണ്. അത് പിടികൂടുമെന്നായപ്പോൾ ഇപ്പോൾ നിങ്ങൾ മറക്കം പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഞാൻ നൗഷാദ് കളവ് ചെയ്തതാണെന്ന് പറയുന്നില്ല, പക്ഷെ അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എത്ര നിസ്സാരമായിട്ടാണ് ഒരു കാര്യലാഭത്തിന് വേണ്ടി ഒരു വിശ്വാസവഞ്ചന നടത്തുന്നത്, ഒരു കാപട്യം കാണിക്കുന്നതിനെ എത്ര ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ഷെയ്ഖിന്റെ ഉന്നതമായ ഹദറത്തിൽ ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ സ്വാഹിബുൽ വഖ്തിന്റെ മുരീദ് ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യാമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരോട് നിങ്ങൾ എന്തിനെ നസീഹത്താണ് നിങ്ങൾ കൊടുക്കുന്നത്? കളവ് പറയരുത്, വഞ്ചന നടത്തരുത്, വിശ്വാസവഞ്ചന ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾ അണികൾ ഉപദേശിക്കാൻ എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്? പിന്നെ ഇവിടെ നിങ്ങൾ വീണ്ടും പോയി കളവ് പറയണം. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാരണം പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇവ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളത് ബോധ്യമായി. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി മറ്റൊരു ന്യായം പണിയാണ്. അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവിടെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ. അപ്പൊ അത് ഒരു പങ്കെടുക്കലാണല്ലോ, ഓൺലൈനിലൂടെ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഫൈസിയെ വെല്ലുവിളിക്കുന്നു. ഫൈസി കിടന്ന് പെടയാണ്. അവരുടെ സുഹൃത്തുക്കളുടെ വീഡിയോസോ അതല്ലെങ്കിൽ ഓൺലൈനിലായിട്ടോ ഇത് പരിപാടി പങ്കെടുക്കുന്നതിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നതായി നൗഷാദിനെ തെളിയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? കാരണം നൗഷാദിന്റെ വക്കാലത്ത് വെച്ചുകൊണ്ട് ഇവിടെ വെറുതെ വായിട്ടടക്കുന്നത് നിങ്ങളാണല്ലോ. കാരണം ഒന്നും ഇതുവരെ പറഞ്ഞതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്നായപ്പോൾ ഇപ്പൊ അവസാനം നിങ്ങൾ മലക്കം പറഞ്ഞാൽ എന്താ അവിടെ ഓൺലൈനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ നൗഷാദ് വീഡിയോസ് ചോദിച്ചപ്പോൾ വീഡിയോസ് വിട്ടു കൊടുത്തിട്ടുണ്ടോ? കോർഡിനേറ്റർ ഇതാണ് സുഹൃത്തുക്കളുടെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടായിട്ടുണ്ടോ? എന്ത് തമ്മാടിത്തരമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ വീഡിയോസ് ഓൺലൈൻ സംവിധാനത്തിലൂടെ അത് കേൾപ്പിച്ചിട്ടുണ്ടോ? അതിനാണോ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്? പിന്നെ ഇതൊന്നും പങ്കെടുക്കാതെ നിങ്ങൾ എന്തിനാണ് അത് കൊടുത്തത്? പങ്കെടുക്കാത്ത ആളുകൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ് 27 രാവിലെ അവിടെ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. ആ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളോയും ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കാത്ത ആളുകൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകണം. എല്ലാ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും പങ്കെടുക്കാൻ സാഹചര്യ കാരണങ്ങളെ കൊണ്ട് പറ്റാത്തവർ ലെഫ്റ്റ് അടിച്ച് പോയി. പക്ഷേ മുനാഫിക്കീങ്ങളും കപടന്മാരും റാഫിദിയാക്കളുടെ അനന്തരവുമായ ആളുകൾ അവിടെ തന്നെ നിന്നു. സഫ്വാനും നൗഷാദും ഷെയ്ഖിന്റെ നിർദ്ദേശത്താൽ പേര് തന്ന് പങ്കെടുത്ത ആളുകൾ മാത്രം ഇനി ഇവിടെ പേര് തരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ പേരിൽ അറിയപ്പെടുന്ന പേരല്ലാത്ത മറ്റൊരു പേര് നൽകി ആൾമാറാട്ടം നടത്തി വീണ്ടും വിശ്വാസവഞ്ചന കാണിച്ചു. പൈസ കൊടുക്കാൻ പേര് തന്നവർ മാത്രം, പങ്കെടുത്തവർ മാത്രം ഇതിനവിടെ 5 ദിവസം പരിപാടി നടന്നതിന് 5 നേരം അവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ലൗഹൽ മഹ്ഫൂദിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറക്കി കൊടുത്ത ഫുഡൊന്നുമല്ല, അവിടെ ഉണ്ടാക്കി അവിടുന്ന് കാശ് കൊടുത്ത് വാങ്ങുന്ന ഫുഡാണ്. അതിന് കാശ് ചെലവുണ്ട്. 5 ദിവസം 3 നേരം ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെലവൊക്കെയാണ്. അപ്പൊ അതിന്റെ ചെലവും കൂടിയാണ് ഈ 1000 രൂപ എന്ന് പറയുന്നത്. അതും തന്നെ പൈസ പങ്കെടുത്ത ആളുകളൊക്കെ തരാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവൻ പൈസ നിങ്ങൾ തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് അയക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കോർഡിനേറ്റർ എന്ത് മാന്യമായിട്ടാണ് ചോദിക്കുന്നത്? നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. കാരണം പൈസ തരാൻ പങ്കെടുക്കാത്ത ആളുകൾ പൈസ തരേണ്ട. അത് കാശിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആളുകളിലേക്കും കാശ് വാങ്ങണ്ടേ? പങ്കെടുത്തു എന്ന് ആ കോർഡിനേറ്ററെ അപ്പോഴും ഇവൻ പറഞ്ഞാൽ എന്താ? പങ്കെടുത്തിട്ടുണ്ട്, പങ്കെടുത്തതിന്റെ ഓർമ്മക്കായി സൂക്ഷിച്ചു വെക്കാലോ എന്ന്. പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് പറയുമ്പോൾ അല്ലയോ ഫൈസി, നിങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത്? റമദാൻ 27 രാവിന്റെ അന്ന് ആ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഇത്തരം ഒരു എന്താ പറയാ ഒരു ആത്മീയമായ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കളവ് പറയുകയാണ് എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കോ? ഞാനും നിങ്ങൾ വിശ്വസിക്കോ? പങ്കെടുത്തിട്ടുണ്ട് എന്നല്ല വിചാരിക്കുക. ആ കോർഡിനേറ്റർ സ്ഥാനത്ത് ഞാനാണെന്നുണ്ടെങ്കിലും ഈ ജാഹിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഇത്തരത്തിൽ വിശ്വാസവഞ്ചന കാണിച്ചതിനെ
അങ്ങനെ ചതിക്കാം, വഞ്ചിക്കാം, തെമ്മാടിത്തരം ചെയ്യാം എന്നുള്ള ഉസൂലുമായി വരുന്ന നിങ്ങൾക്ക് ആ തലപ്പാവ് ഊരിയിട്ട് തെങ്ങുമൊക്കെ വല്ല തളപ്പ് കെട്ടി നടക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നിങ്ങളോട് എന്ത് സംവാദത്തിനാണ് ആവശ്യം? നിങ്ങൾക്ക് എന്ത് സംവാദത്തിനാണ് നിങ്ങൾക്ക് ഇനി മറുപടി വേണ്ടത്? ഏത് വിഷയത്തിലും ഇതുപോലെ അടിച്ച് അമർത്തപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആ തെമ്മാടിത്തരം ഞങ്ങൾക്ക് ചെയ്യാം. മറ്റേ ഇവന്റെ അൻവരിയുടെ വാസത്തിൽ പെണ്ണിനെ മുടി കാണിച്ച് പുറത്തോട്ട് കൊണ്ട് നടക്കുന്നതും അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് വ്യഭിചാരം ചെയ്ത് തന്നെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാലും ഷെയ്ഖുൽ മശായിഖ് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞോട് കൂടി തീർന്നില്ലേ? പിന്നെ എന്ത് സംവാദമാണ്?